എടോ, മദ്യപാനമൊക്കെ ഉപേക്ഷിക്കണം. എന്തിനാ നീ കള്ളു കുടിക്കുന്നത്? എന്തിനാണ് നീ മദ്യം കുടിക്കുന്നത്? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നിന്റെ ശാരീരികമായ സുഖത്തിന് വേണ്ടിയാണോ? നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ അത് ഉപയോഗിക്കുമ്പോൾ വലിയ പരീക്ഷണങ്ങളിലേക്കാണ്, വലിയ അദാബിലേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നതെന്ന് നീ മനസ്സിലാക്കുന്നില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നാം ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ മദ്യം കുടിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശിക്ഷ എന്താണെന്നറിയുമോ? നാളെ, അതായത് ആഖിറത്തിലേക്ക് കടന്നു വരുമ്പോ അവൻ ഒരു നായയുടെ രൂപത്തിലായിരിക്കും അവൻ കടന്നു വരുന്നത്. നാവിൽ നിന്നെല്ലാം അവന്റെ പേയളകിയ ഈ നായകളുടെ നാവിൽ നിന്ന് വെള്ളം വരുന്നത് പോലെയാണ് നാളെ ആഖിറത്തിൽ അവൻ കടന്നു വരുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ മദ്യപാനം എത്ര പാപമാണെന്ന് മനസ്സിലാക്കണം. മദ്യം കുടിക്കുന്നതിലൂടെ നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അതിലൂടെ എങ്ങാനും നീ മരണപ്പെട്ടു പോയി കഴിഞ്ഞാല് നീ നരകത്തിലല്ലേ, കാഫിറായി നീ മരിക്കുന്നത്. മദ്യം കുടിക്കുന്നവരുടെ ഈമാൻ ആ സമയത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. എങ്ങനെ? അതല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, മൻ ശരിബൽ ഖംറ യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, മനുഷ്യരിവൽ ഖംറ, ഏതൊരുവനാണോ കള്ളു കുടിക്കുന്നത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, കഞ്ചാവ് വലിക്കുന്നത്, MDMA ഉപയോഗിക്കുന്നത്, ഹാൻസ് വെക്കുന്നത്, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കോ. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെന്ന് കേൾക്കണേ, നിങ്ങളുടെ ഈമാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഊരിക്കളഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ അവന്റെ ഉണ്ടല്ലോ ഈമാനിനെ അല്ലാഹു ഊരിക്കളഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, കമാ ഒരുവനുണ്ടല്ലോ അവന്റെ ആവശ്യ പൂർത്തീകരണം കഴിയുമ്പോ, ഇന്ന് നമ്മൾ കമ്മീസ് തലവഴി ഊരത്തില്ലയോ മുഅ്മിനീങ്ങളെ? അതുപോലെയുണ്ടല്ലോ കമ്മീസ് ഊരി കളയുന്നത് പോലെ അല്ലാഹു അവന്റെ ഹൃദയങ്ങളിൽ നിന്നും ഈമാനിന്റെ ലദ്ദത്തുണ്ടല്ലോ, ഈമാൻ അല്ലാഹു എടുത്തു കളയുമെന്ന് മഹാനായ നബി മുഹമ്മദ്